മുൻഗണന റേഷൻ കാർഡ് സ്വന്തമാക്കാൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസ വാർത്ത. കാർഡുകൾക്കായി നിലവിലുള്ള കർശന മാനദണ്ഡങ്ങളിൽ വലിയ ഇളവുകൾ വരുത്താൻ സർക്കാരിന്റെ ആലോചന. നിലവിലെ നിയമപ്രകാരം സ്വന്തമായി വീടുള്ളവർക്ക് മുൻഗണനാ കാർഡ് ലഭിക്കാനുള്ള വിസ്തീർണ പരിധി വളരെ കുറവായിരുന്നു. എന്നാൽ ഇനി മുതൽ 1100 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുള്ള കുടുംബങ്ങളെയും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ പരിഗണനയുണ്ട്. ഇതുമാത്രമല്ല, 4 ചക്ര വാഹനങ്ങൾ ഉള്ളവരെ മുൻഗണനാ കാർഡിൽ നിന്ന് ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ചെറിയ കാറുകൾ ഉപയോഗിക്കുന്ന സാധാരണക്കാർക്കായി വലിയൊരു ഇളവ് വന്നേക്കാം. 800 cc വരെയുള്ള ചെറിയ കാറുകളുള്ള കുടുംബങ്ങളെയും അർഹതാ പട്ടികയിൽ നിലനിർത്താനാണ് സർക്കാർ നീക്കം. 2 നിബന്ധനകളിലും ഇളവ് വരുത്തുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണുള്ളത്. ഉപഭോക്താക്കൾക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ കൂടി മുൻഗണന റേഷൻ കാർഡിന്റെ പരിധിയിൽ വരുന്നതിനാൽ ധനകാര്യ വകുപ്പിന്റെ വിശദമായ പരിശോധനയും അനുമതിയും ആവശ്യമാണ്. ശേഷം സർക്കാർ തലത്തിലായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. നിലവിൽ 2018 സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ ചട്ടപ്രകാരം 1000 ചതുരശ്ര അടിയാണ് വീട് പരിധി. 4 അതിലധികമോ ചക്രമുള്ള വാഹനങ്ങൾ ഉള്ളവരും പരിധിക്ക് പുറത്താണ്. നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ 4 ചക്ര വാഹനം ആഡംബരമല്ലെന്ന നിരീക്ഷണത്തിലാണ് 800 cc എഞ്ചിൻ ശേഷിയുള്ള കാറുകൾക്ക് ഇളവ് നൽകാൻ സർക്കാർ ആലോചിക്കുന്നത്. ഭിന്നശേഷിക്കാരായ അംഗങ്ങളുടെ യാത്രക്കായി കാർ അടക്കം ഉപയോഗിക്കുന്ന കുടുംബങ്ങളുമുണ്ട്. 1 ഏക്കറിലധികം ഭൂമി കൈവശമുള്ളവർക്ക് ഭൂമിയുടെ തരമനുസരിച്ചും പരിഗണന ലഭിക്കും. മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് വ്യാപക ആവശ്യമുയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് സിവിൽ സപ്ലൈസ് കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടാണ് ധനവകുപ്പിന്റെ പരിഗണനയിലുള്ളത്. സംസ്ഥാനത്ത് ആകെ അനുവദിക്കപ്പെട്ട BPL കാർഡുകളിൽ 5,94,209 എണ്ണം അന്ത്യോദയ അന്നയോജനയും 37,73,184 എണ്ണം മുൻഗണനാ വിഭാഗത്തിലുള്ളതുമാണ്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 73,024 മുൻഗണനാ കാർഡുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് അടുത്ത മാസം മുതൽ സൗജന്യ റേഷൻ നൽകി തുടങ്ങും. അർഹരായ ഒട്ടേറെ സാധാരണക്കാർ സാങ്കേതിക തടസ്സം കാരണം മുൻഗണനാ പട്ടികയ്ക്ക് പുറത്തായിരുന്നു എന്ന പരാതികൾ പരിഗണിച്ചാണ് ഈ മാറ്റം. അന്തിമ തീരുമാനവും ഔദ്യോഗിക അറിയിപ്പും ഉടൻ തന്നെ പ്രതീക്ഷിക്കാം.